വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom തേർഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു വീഡിയോ ആണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. 6 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം, നമ്മുടെ സബ്ജക്റ്റ് ടോട്ടൽ 100 ആണ്. 100ൽ നമുക്ക് 35 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടേ. എക്സ്റ്റേണൽ 70ലാണ് വരുന്നത്. അതിൽ മിനിമം 30% ആയിട്ടുള്ള 21 സ്കോർ ചെയ്യണം. ബാലൻസ് നമ്മൾ എക്സ്റ്റേണലിൽ നിന്ന് സ്കോർ ചെയ്താൽ മതി. സോ 70ൽ എങ്ങനെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും 21നേക്കാൾ കൂടുതൽ നേടാൻ സാധിക്കും. ദെൻ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഹൈ മാർക്സിലോട്ട് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് D essay പാർട്ട്, ദെൻ പാർട്ട് Aയും Bയും. അതിൻ്റെ പ്രത്യേകത 1 മാർക്ക് 2 മാർക്സ് ചോദ്യങ്ങളാണ്. ഈ 2 പാർട്ടിലോട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സാകുന്നതാണ്. സോ പാർട്ട് ഡിയുടെ പ്രത്യേകത നമുക്കറിയാം, 4 ചോദ്യങ്ങളാണ് വരുന്നത്. 2 തിയറി, 2 പ്രോബ്ലംസ്. ഇങ്ങനെയാണ് സാധാരണ SAക്ക് വരുന്നത്. അതിലേതെങ്കിലും 2 ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്താൽ മതി. സോ പാർട്ട് ഡിയിലെ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കുന്ന SA ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടോളൂ. സോ SAയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ടോപ്പിക്സ് ആണ് പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് ബ്രാഞ്ച് ആണ്. ബ്രാഞ്ചിൽ നിന്ന് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. HP രണ്ടാമത് പ്രതീക്ഷിക്കുന്നു, പിന്നെ റോയൽറ്റി. അപ്പോൾ ഈ 3 എണ്ണത്തിലെ 2 ചോദ്യങ്ങളാണ് മെജോറിറ്റി പ്രോബ്ലം ഏരിയയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ തിയറിയിൽ IFRSനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം തിയറി ആയിട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞ അതിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരെണ്ണം തിയറി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾറെഡി പ്രോബ്ലം ആയിട്ട് അത്യാവശ്യം ടച്ചുള്ള കുട്ടികൾ നിർബന്ധമായും പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യാം. ദെൻ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വന്നാലും നിങ്ങളുടെ മുഴുവൻ മാർക്കൊന്നും കുറയ്ക്കില്ല. സ്റ്റെപ്പിനും കാര്യങ്ങൾക്കൊക്കെ മാർക്ക് ലഭിക്കും. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ HP ബ്രാഞ്ച് എന്നൊക്കെ പറയണ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. എസ്പെഷ്യലി ബ്രാഞ്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നാലും അതിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിലെ ഫസ്റ്റ് മെത്തേഡാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ അത് തന്നെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ HPയിലാണെങ്കിലും നമ്മൾ റീപൊസിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള SA ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പ്രോബ്ലമായിട്ട് ടച്ചുള്ള ആൾക്കാർ അതിലോട്ട് പോവുക. എല്ലാത്തവർക്ക് തിയറിയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു IFRSനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. അത് IFRSും IND-AS ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒരു SA ടോപ്പിക്ക് പ്രതീക്ഷിക്കാം. IFRSന്റെ സ്റ്റാൻഡേർഡ്സ് മറ്റൊരു SA ടോപ്പിക്കാണ്, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ തിയറി ചോദ്യങ്ങളെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പുഷ്പം പോലെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാനതൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഷോർട്ട് നോട്ട് കൊടുക്കുന്നുണ്ട്, അതിലൊക്കെ ഈസി ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്രോബ്ലത്തിൻ്റെ തിയറി ടോപ്പിക്സ് ആണെങ്കിലും ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ തിയറി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്, ഫീച്ചേഴ്സ്, മറ്റു കാര്യങ്ങൾ, റോയൽറ്റിയുടെ, അതുപോലെ തന്നെ HPയുടെ, അതൊക്കെ ഈസി ആയിട്ട് അതിൻ്റെ തിയറി പാർട്ട് പഠിക്കാൻ പാകത്തിന് നമ്മൾ ഷോർട്ട് നോട്ടിലൂടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പാർട്ട് ഡിയിലെ ഒരു തിയറി ഒരു പ്രോബ്ലം അങ്ങനെയാണെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കൊന്നും വേണ്ട. ഒരു ചോദ്യത്തിന് ഒരു 5 മാർക്ക് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടി നമുക്ക് ഒരു 10 മാർക്ക് പാർട്ട് ഡിയിൽ കിട്ടാൻ വളരെ ഈസിയാണ്. ഓക്കെ,
അപ്പോൾ ഒരു തിയറിയെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് എഴുതിയാൽ, 2 തിയറി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു തിയറി ഒരു പ്രോബ്ലം എഴുതിയിട്ടാണെങ്കിലും ഒരു 10 മാർക്സ് സ്കോർ ചെയ്യാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പറ്റും. ഏതെങ്കിലും 2 പിക്ക് ചെയ്യുക. ഓക്കെ, ഇനി പാർട്ട് എയുടെയും ബിയുടെയും പ്രത്യേകത എന്ന് പറയുന്നത് ഡിറക്റ്റ് ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പാർട്ട് എയിലും പാർട്ട് ബിയിലും അതിൽ നിന്ന് തന്നെ ലഭിക്കും. പാർട്ട് എയിൽ നമുക്ക് ടോട്ടൽ 10 ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 8 1 മാർക്ക് ചോദ്യങ്ങളാണ്. അതിൽ നിന്നൊരു 5 കിട്ടാൻ ഒരു പാടില്ല. മിനിമം 3-4 എന്തായാലും കിട്ടും, ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്താൽ. അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ട് ബിയിൽ 8 6 ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ എയും ബിയും കൂടിയിട്ട് 20 മാർക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് 10 മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈ ഡിറക്റ്റ് ചോദ്യങ്ങൾ സ്കോർ ചെയ്യാൻ ഈസിയാണ്. അതിൻ്റെ പ്രത്യേകത ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോളോ. അതിലിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നൊക്കെ IFRSന്റെ ബേസ് എന്താണ്, IFRS ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, നീഡ്സ് ഇതൊക്കെ നോക്കാം. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലെ ഏതെങ്കിലും 1-2 സ്റ്റാൻഡേർഡ്സ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, അതാണ് മറ്റൊരു ചോദ്യം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് HP വരാണെങ്കിൽ HP പല ടേമുകളുണ്ട്. ഇപ്പോൾ ഹയർ പർച്ചേസ് എന്താണ്, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്താണ്, ഹയർ വെൻഡർ, HP പ്രൈസ്, ക്യാഷ് പ്രൈസ്, ഹയർ ചാർജസ്, ഡൗൺ പേയ്മെന്റ്. ഓക്കെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. റോയൽറ്റിയിലോട്ട് വരാണെങ്കിൽ മിനിമം റെന്റ് എന്താണ്, റോയൽറ്റി എന്താണ്, മിനിമം റെന്റ് അല്ലെങ്കിൽ ഡെഡ് റെന്റ് എന്താണ്, ഷോർട്ട് വർക്കിംഗ് എന്താണ്, റിക്രൂട്ട്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്താണ്, അനലിറ്റിക്കൽ ടേബിൾ എന്താണ്. ഇതിൽ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും 1-2 കിട്ടും. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ബ്രാഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്, ഡിപെൻഡന്റ് ബ്രാഞ്ച്, ഫോറിൻ ബ്രാഞ്ച്, ഏതെങ്കിലും തിയറി. ദെൻ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്, കോസ്റ്റ് പ്രൈസ് മെത്തേഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കൺസൈൻമെന്റിന്റെ തിയറിയിലോട്ട് വരുമ്പോൾ കൺസൈൻമെന്റ് എന്താണ്, കൺസൈനർ, കൺസൈനി, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ലോസ് ഇൻ ട്രാൻസിറ്റ്, അങ്ങനെയുള്ള പല ടേമുകളും 1 മാർക്ക് 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ലോസ് എന്താണ്. അപ്പോൾ 1 മാർക്കിലും 2 മാർക്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മിനിമം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് എയും ബിയും കൂടിയിട്ട് 10 മാർക്കിനേക്കാൾ കൂടുതൽ പുഷ്പം പോലെ കിട്ടുന്നുള്ളതാണ്. ദെൻ നമ്മൾ ഈ പാർട്ട് ഡിക്കും എക്കും ബിക്കും കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തന്നെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് സി പാർട്ടിലും പ്രതീക്ഷിക്കാം 5 മാർക്കിൽ. ഇപ്പൊ ഞാൻ IFRSന്റെ നീഡ്സ്, ബെനഫിറ്റ്സ്, ഫീച്ചേഴ്സ് പറഞ്ഞു, അതിലേതെങ്കിലും ഒരെണ്ണം. HP പ്രോബ്ലം ആണ്, അതുപോലെ തന്നെ തിയറിയും വരാം. ദെൻ റോയൽറ്റിയുടെ അനലിറ്റിക്കൽ ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, പിന്നെ ഈ പറയുന്ന ബ്രാഞ്ചിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, അതിന്റെ തിയറി ചോദ്യങ്ങൾ വരാം. സോ ഞാൻ ആദ്യം പറഞ്ഞ എ പാർട്ട്, ബി പാർട്ട്, അതുപോലെ തന്നെ ഡി പാർട്ടിലോട്ട് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും സിയിലും എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഒരൊറ്റ ചോദ്യം പോലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സായിരിക്കും. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. പാർട്ട് ഡിയിൽ ഞാൻ പറഞ്ഞ പോലെ 2 പിക്ക് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി 10 മാർക്കെങ്കിലും കിട്ടിയെന്നൊക്കെയാ. എ പാർട്ടും ബി പാർട്ടും കൂടിയിട്ട് ടോട്ടൽ 20 മാർക്കാണ്. ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ പാർട്ടിൽ നിന്ന് ഒരു 5 10 ചോദ്യങ്ങളില്ലേ. ദെൻ രണ്ടാമത്തെ പാർട്ടിൽ നിന്ന് ഒരു 5 മാർക്കിനേക്കാൾ കൂടുതൽ എന്തായാലും കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എ ബിയും ഡിയും ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾ പാസ്സായി. പിന്നെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പുഷ്പം പോലെ നിങ്ങൾ പാസ്സായിരിക്കും. ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും ദെൻ ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഹൈ മാർക്സിലോട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. എത്തിച്ചേരാൻ ഷുവറായിട്ട് പറ്റും. നമ്മുടെ ഷോർട്ട് നോട്ട് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് ഉണ്ട്, ഇതിലൂടെ ഒക്കെ കടന്നു പോയാൽ മതി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മളിനി ഇന്ന് 7 മണിക്ക് എക്സാം റിലേറ്റഡ് ലൈവ് ചെയ്യുന്നുണ്ട്. ക്വിക്ക് റിവിഷനാണ്, നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഒരൊറ്റ കുട്ടി പോലും തോൽക്കരുത്. സപ്ലി ലഭിച്ചാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകാൻ വളരെ പാടാണ്. സോ 2 കൽപ്പിച്ചിറങ്ങുക, പഠിക്കുക, പാസ്സാകുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.